വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞ സോപ്പാണ്. നമ്മൾ ദന്തപ്പാല ഓയിൽ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാനാണ്. ദന്തപ്പാല ഓയിൽ സോപ്പാണ്. നമ്മുടെ സോപ്പ് പൈസ് സോപ്പ് മേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് സോപ്പ് പൈസാണ്. ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. നമ്മൾ ഇതിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ 200 ഗ്രാം കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ പാത്രത്തിന്റെ വെയിറ്റ് പോയില്ലേ, അത് പറയാം. 250 കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത്രയും ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ 6 സോപ്പ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കണേ. കൂടി നമുക്ക് പാത്രത്തിലേക്ക് വയ്ക്കാം. അപ്പൊ നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ട് അല്ലേ ദന്തപ്പാലിന്റെ. നമുക്ക് ഓർഡർ ഉണ്ട് കേട്ടോ. ഇത് സക്സസ് ആവാൻ വേണ്ടി നിങ്ങളും കൂടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഇവിടങ്ങളിലല്ല, അത് വിദേശത്തേക്കാണ്. അപ്പോൾ കുറച്ച് ഓർഡർ ഉണ്ട്. ഇത് സക്സസ് ആയാലാണ് അവരെടുക്കുള്ളൂ അല്ലേ. അപ്പം നമ്മൾ അവർ പറഞ്ഞത് ഒരു മണം ചേർക്കണ്ട അല്ലേ, നാച്ചുറലായിട്ടിരിക്കണം, ഒന്നുമേ ചേർക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടി നമ്മൾ ഇത് മാത്രം ചേർക്കണമല്ലോ, ദന്തപ്പാലയുടെ ഓയിലും. ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. 7 ദിവസം നമ്മൾ ദന്തപ്പാല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ദന്തപ്പാല ഇട്ട് 7 ദിവസം. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ദന്തപ്പാല നമ്മുടെ പറമ്പിലൊക്കെ ഉള്ളതാണ്. അതിന് നമ്മൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മത് നമ്മുടെ മില്ലിലുള്ള ഓയിൽ വാങ്ങിച്ച് അതിൽ 7 ദിവസം അങ്ങോട്ട് കുതിർത്തിട്ടിട്ടാണ് നമ്മൾ ഈ ഓയിൽ ഉണ്ടാക്കിയെടുത്തത്. വെയിലത്ത് വെച്ചിട്ട് നമ്മളത് ഓയിൽ നല്ല വയലറ്റ് കളറിൽ വന്നിട്ട് അവര് പറഞ്ഞത് നാച്ചുറലായിട്ട് മതി എന്നാണ്, സുഗന്ധം ഒന്നും വേണ്ട എന്നാണ്, ബേബികൾക്ക് ഉപയോഗിക്കേണ്ടതാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് അലർജി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അലർജിക്ക് വേണ്ടി. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ പാത്രം അങ്ങനെ അങ്ങോട്ട് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഇറക്കി വയ്ക്കാൻ. നമ്മൾ ഡബിൾ ബോയിലാണ് സോപ്പ് ഐസ് മെൽറ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മൾ സോപ്പ് ഐസ് നമ്മൾ 6 പീസിന്റെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട്. മോൾഡില് ഈ ഒരു മോൾഡിലാണ് നമ്മൾ ഒഴിച്ച് വെക്കുന്നത്. അപ്പം നമ്മളത് ഇതിൽ ഓയിൽ തേക്കണം അല്ലേ. ഓയിൽ ഇതിൽ തന്നെ ഓയിൽ തേക്കാം അല്ലേ. നമ്മൾ ദന്തപ്പാല ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യണേ. അപ്പം ഇല്ലെങ്കിൽ ഇതിൽ ഓയിൽ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും നമുക്കൊന്ന് വിട്ട് വേഗം പോരാനായിട്ട്. അപ്പം നാളെ നമുക്ക് എടുത്താൽ മതിയല്ലോ എന്നാണ്. അപ്പോൾ ഇവർ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചിട്ടാണ് സക്സസ് ആയാണ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ പ്രാർത്ഥനയും കൂടി വേണം അല്ലേ. സക്സസ് ആയി ഞങ്ങൾക്ക് നല്ലൊരു ഇതാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കണത്. ഒരു തൊഴിലാണ്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ അതിന് വേണ്ടി മാത്രമല്ല, നമ്മൾ വീട്ടിലേക്ക് കെമിക്കലുള്ള സോപ്പ് ഇതൊക്കെ കൊച്ചിനൊക്കെ ഇപ്പോൾ അലർജി ആയില്ലേ. അപ്പം നമ്മൾ വീട്ടിലേക്കുള്ള ഏത് സോപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ, നമുക്കും യൂസ് ചെയ്യാം, നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. മണമില്ല എന്നുള്ളൂ, ഗുണമുണ്ട് അല്ലേ. മണമില്ല, ഗുണമുണ്ട്. അതാണ് നമുക്ക് ഇടേണ്ടത്. അപ്പം നമ്മൾ സോപ്പ് ഉണ്ടാക്കിയവർക്ക് കൊടുത്താൽ മതി. അപ്പം നമ്മളത് വേണ്ടി അവർക്ക് 2 മതി ഇട്ടപ്പോൾ ടെസ്റ്റിന്. ബാക്കി നമുക്ക് വീട്ടിലേക്കാണ് നമ്മളിത് ചെയ്യാൻ പോണത് അല്ലേ. അപ്പം നമ്മൾ ഈ സോപ്പ് തേച്ച് നമുക്ക് മൂളി പൊന്തലും, പ്രത്യേകിച്ച് കാറ്റുകാലമാകുമ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമ്മളിതിൻ്റെ ഓയിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. എന്താ വെച്ചാ നമുക്ക് ഇതിൽ ഇറക്കി വയ്ക്കാം. ഇറക്കി വെക്കട്ടെ. അപ്പം നമ്മൾ 300 ഗ്രാമാണ് എടുത്തിക്കണത് അല്ലേ. 200 ലേശം കൂടി കൂടുതലുണ്ടാവും ഓയിൽ എടുത്തിട്ടുണ്ട് ദന്തപ്പാലയുടെ. പിന്നെ പിടിക്കണല്ലോ ദൈവമേ, പിടിക്കാൻ തുണി പോലില്ലേ കുഞ്ഞ്, ഒന്ന് കുറച്ചേക്ക് ഞാൻ തുണി എടുത്തിട്ട് വരാം. പെട്ടെന്ന് തന്നെ മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. മെൽറ്റാവുണ്ട്. ഇത് ഇളക്കണ്ടേ, തുണി വേണ്ടേ? എന്തിനാ ഇളക്കണേ? എന്നെ പിടിച്ചിട്ട് വേണം ഇളക്കാൻ. കുറച്ചൊന്ന് ഇളക്കി കൊടുത്താലേ ഒന്ന് കൂട്ടി വെച്ചാൽ. അമ്മ ഇത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇനി ഇത് ഒഴിക്കുമ്പോൾ ഒന്ന് ഇതാക്കിയാൽ മതി. നമ്മൾ ഫ്രാഗ്രൻസ് അവർ നമുക്ക് ഇങ്ങോട്ട് ഓർഡർ തന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ സത്യസന്ധതയായിട്ട് ഇത് ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പലകാര ബിസിനസ്സും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നമ്പർ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അല്ലേ. യൂട്യൂബിലേക്ക് അത് ഇട്ടിട്ടില്ലല്ലോ, അതിടണം. അമ്മ അത് ഇളക്കാതിരുന്നാൽ തന്നെ ആയിക്കോളും. പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് ഇളക്കണം.
അബി അബി ആ തോർത്തെടുത്തോന്നുണ്ടോ കൂട്ടില്ല വെള്ളം നിറച്ച് പൊങ്ങി പോകും. പൊങ്ങിയൊന്നും പോയില്ല. ചൂടോടക്കിന് ഇതിലേക്ക് ഒഴിക്കല്ലേ? ഗ്യാസിന് ചൂട് കൊടുക്കണേ. ഈ ഉപ്പൊന്ന് കുറച്ച് അധികം വേണ്ട. ഇളക്കി. അബി ആ തോർത്തെടുത്തിട്ട് വന്നേ. ശ്രീജ തോർത്തെടുത്തിട്ട് വന്നേ. കുറച്ചുകൂടി വേണ്ടേ? നമുക്ക് 2 സോപ്പിന് 210 ഗ്രാം മതി കേട്ടോ. 210 ഗ്രാം നമ്മൾ എടുത്തിട്ടുണ്ട്. 2 സോപ്പിന് മതി. പിന്നെ വെള്ളം നമുക്ക് ശ്രീജേ അബിയയില് തോർത്ത് കൊടുത്തേക്ക്. അതിൽ വെക്കല്ലേ? അപ്പം ഇതിവിടെ റെഡി ആയിരുന്നു കേട്ടോ. ഇല്ല ആയിട്ടില്ല. കുറച്ചും കൂടി ഉണ്ട്. ഇല്ലേ? നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് തീ ഓഫ് ചെയ്തിട്ട് അല്ല ഇതിൽ യോജിക്കണം. അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാനുണ്ട്. എന്താ പറയുക, ഈ കളറ് ചേർക്കാതെ തന്നെ അത്യാവശ്യം കളറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ അത് ഇതിൽ നന്ന സെറ്റ് ആവണം. അപ്പം ഇതാണ് നമ്മുടെ നാച്ചുറൽ കളർ കേട്ടോ. ഇതിൻ്റെ ഒരു സുഗന്ധമില്ലാത്ത സോപ്പാണ്. എന്നാൽ ഇത് ഒറിജിനലാണ് അല്ലേ? ഒറിജിനലാണ്. ഇതിലൊന്നും നമ്മൾ ചേർത്തണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. സുഗന്ധത്തിനോ നിറത്തിനോ കളർ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇതന്നെ അതും ചേർത്തിട്ടില്ല അല്ലേ? അതൊന്നും വേണ്ട. ദന്തപ്പാല ഓയിൽ ഇതിവിടെ റെഡി ആയിട്ട് നമ്മൾ ചൂട് കൊടുക്കണം. ഒഴിക്കാം. വെള്ളം ഉണ്ടാവില്ല. ഓയിൽ ഉണ്ടല്ലോ ഇതിൽ. കുഴപ്പമില്ലല്ലേ? ചൂട് കൊടുക്കണ വയ്ക്കാം. ചൂടിൽ കയ്യിലോണ്ട് വേണമെങ്കിൽ എടുത്ത് വെച്ചോ. അതാ നല്ലത്. എന്തിനാത്? അല്ല, പുറത്തേക്ക് പോകണ്ടല്ലോ. ഇല്ല, പോവില്ല. പോവാണ്ടെന്ന് വെച്ചോണ്ട് പോവില്ല. ദുരുകില്ല. എനിക്കറിയില്ല.
ഇനി ഒഴിച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് ഒരു ബ്രേക്കിന് ശേഷം വരാം.